Hello guys, welcome back to our channel. This is me with my love episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ മഞ്ഞമുടിയൻ അർമിൻ അവനാണെങ്കിൽ ഒരു പെണ്ണിനെ ബാക്കിയുള്ള ആ ടൈറ്റൻസിനെ പ്രതിരോധിക്കാനായിട്ട് പറഞ്ഞയക്കും. അതിനുശേഷം വീണ്ടും വീണ്ടും അവൻ ഹീറോയോട് സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ അതെല്ലാം തന്നെ സ്വപ്നത്തിൽ അവന്റെ വീട്ടിലെന്ന പോലെയാണ് ഈ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത നിമിഷം നമ്മുടെ മഞ്ഞമുടിയൻ അവൻ സുപ്രധാനമായിട്ടുള്ള ആ ചോദ്യം ഹീറോയോട് ചോദിക്കും. നീ എന്തുകൊണ്ടാണ് അതിലിന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചാൽ മരിക്കുമെന്നറിഞ്ഞിട്ടും അത്തരത്തിൽ ഒരു സ്വപ്നം കണ്ടത്? അത് കേട്ട് ഇപ്പൊ ഹീറോ ഉണരും. കാരണം എന്തെന്നാൽ ഞാൻ ജനിച്ചത് ഇവിടെയാണ്. മഞ്ഞമുടിയൻ അർമിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഹീറോ ഇപ്പോ അവന്റെ കോൺഷ്യസ് അത് തിരികെ പിടിച്ചിരിക്കുകയാണ്. ആ ടൈറ്റൻ ഇത്രയും നേരവും അവനെ കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്കാണെങ്കിൽ ഇത്രയും നേരവും അവർ എക്സിക്യൂട്ട് ചെയ്ത അവരുടെ പ്ലാൻ അത് കറക്റ്റായിട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ചെയ്താ ഇവിടെ ജനനെ കാണിക്കും. അവൻ ദൂരത്തായിട്ട് കിടക്കുന്ന ആ ഒരു 3D മാനുവൽ ഗിയർ അതെടുക്കാനായിട്ട് പ്ലാൻ ചെയ്യും. മറ്റൊരു ഭാഗത്ത് റെക്കോർഡ് ടീമിൽ ഇനി 2 പേരാണ് ബാക്കി അവശേഷിക്കുന്നത്. ആ ദ്വാരത്തിലേക്ക് നോക്കും. അതിലൂടെ ഒരുപാട് ടൈറ്റൻസ് അകത്തേക്ക് വരികയാണ്. ഇവിടെ ജിന്നാണെങ്കിൽ ആ ടൈറ്റൻ ടേൺ ചെയ്ത ഗ്യാപ്പില് മരിച്ചു കിടക്കുന്ന ആ കോപ്സിന്റെ അടുത്തേക്ക് വന്ന് 3D മാനുവൽ ഗിയർ അതെങ്ങനെയെങ്കിലും റിലീസ് ചെയ്തെടുക്കാൻ പറ്റുമോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവന്റെ തൊട്ടടുത്തേക്ക് ആ ഒരു ടൈറ്റൻ കടന്നു വരിക. അത് അപ്രതീക്ഷിതമായതുകൊണ്ട് തന്നെ അവൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. മാർഗോ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഇപ്പൊ ജിന്നിന്റെ അടുത്തേക്ക് ഓടി വരും. അതിനുശേഷം ആ ഒരു വലിയ ടൈറ്റനെ അവൻ ഡൈവേർട്ട് ചെയ്യുകയാണ്. ഇവിടെ ജിന്നിനാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയില്ല. മാർഗോ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും മറ്റു ടൈറ്റൻസും ഇപ്പൊ അവിടേക്ക് വന്ന് അവനെ റൗണ്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് കോണിയാണെങ്കിൽ അവനെ സഹായിക്കാൻ അവന്റെ അടുത്തേക്ക് ഓടിയെടുക്കും. ജിന്നാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവന് കിട്ടിയ ആ ഒരു വെപ്പൻ ഉപയോഗിച്ച് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അടുത്ത നിമിഷം ഒരു ടൈറ്റനാണെങ്കിൽ അവന് നേരെ പാഞ്ഞടുക്കും. അതുകൊണ്ട് കോണിയാണെങ്കിൽ അതിന്റെ തലയിൽ ആഞ്ഞ് ചവിട്ടുകയാണ്. ജിന്നിനാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവില്ല. കോണി വിളിച്ചു പറയും, നീ നോക്കി നിൽക്കാതെ അവിടുന്ന് രക്ഷപ്പെടും. ജിന്നാണെങ്കിൽ എടുത്തു ചാടി അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കും. അവനാണെങ്കിൽ നേരെ പോകുന്നത് വലിയൊരു ടൈറ്റന്റെ വായിലേക്കാണ്. അവനാണെങ്കിൽ അതിന്റെ ക്ലോസ് എത്തേണ്ട താമസം ഇപ്പോ അടുത്ത നിമിഷം ആനിയാണെങ്കിൽ ചാടി വീണ് ആ ടൈറ്റനെ ചവിട്ടി താഴോട്ടാക്കുകയാണ്. ആ ഗ്യാപ്പിൽ ജിന്നാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗിയർ ഉപയോഗിച്ച് ഇപ്പൊ അങ്ങനെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് കയറി വരും. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരു വിധത്തിൽ സേഫായെന്ന് കരുതി നിൽക്കുന്ന അതേ സമയമായിരിക്കും വലിയൊരു ശബ്ദം കേൾക്കുക. ആ നടുങ്ങുന്ന ശബ്ദം കേട്ട് അവർ ഞെട്ടും. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല. സംഭവിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ എല്ലാവരും ഭയപ്പെട്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോഴായിരിക്കും അവർ ആ കാഴ്ച കാണുക. വലിയൊരു മല അത് ചുമന്നുകൊണ്ട് ഒരു ടൈറ്റൻ അങ്ങനെ കടന്നു പോവാണ്. ടൈറ്റൻ മറ്റാരുമല്ല നമ്മുടെ ഹീറോ. ഇവിടെ ചുന്ദരിപ്പണനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവനാണെങ്കിൽ ഇവിടെ മുഴുവൻ ഒരുപാട് പുകയൊക്കെ പറത്തി അങ്ങനെ നടന്നു നീങ്ങുകയാണ്. ചുന്ദരിപ്പണ്ണാണെങ്കിൽ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മഞ്ഞമുടിയൻ അവൻ അവിടേക്ക് വന്ന് അവളോട് പറയും അവന്റെ ആ ഒരു ഓർമ്മ അത് തിരികെ കിട്ടി. അവൻ ടൈറ്റന്റെ മേലുള്ള കൺട്രോൾ തിരികെ പിടിച്ച് ഇപ്പോ ആ ഒരു വലിയ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവനാണെങ്കിൽ വിളിച്ചു പറയും നമ്മുടെ ഫ്രണ്ട് അവനിപ്പോ ആ ഒരു വലിയ ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുകയാണ്. എത്രയും വേഗം അവനെ പ്രൊട്ടക്ട് ചെയ്യണം. അത് കേട്ട് ജയനാണെങ്കിൽ വിളിച്ചു പറയും, അതെ, ഇത്രയും വലിയ റിസ്ക് എടുത്തത് നമുക്ക് വേണ്ടിയാണ്. ഇത്രയും നേരവും നമ്മൾ അവനെ തള്ളി പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മൾ ഇത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ടൈറ്റൻസ് അവന്റെ അടുത്തേക്ക് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ ഹീറോയെ പ്രൊട്ടക്ട് ചെയ്യാൻ താഴേക്ക് ചാടും. ജാനാണെങ്കിൽ മുൻപോട്ടേക്ക് ഓടി വരുന്ന അതേ സമയം തന്നെ അവന്റെ തൊട്ട് മുൻപിലായിട്ട് 4 വലിയ ടൈറ്റൻസ് വരുന്നത് അവർ ശ്രദ്ധിക്കും. അതിന്റെ പിന്നാലെ തന്നെ ഓഫീസേഴ്സും ഉണ്ട്. ഇവിടെ ഓഫീസേഴ്സ് ആണെങ്കിൽ പരസ്പരം പറയും, എന്ത് വില കൊടുത്തും നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യണം. അത് തിരിഞ്ഞു നോക്കുന്നത് വരെ അതിനെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതാണെങ്കിൽ അവരെ മൈൻഡ് പോലും ചെയ്യില്ല. അങ്ങനെ ഒരുപാട് നേരം ശബ്ദം ഉണ്ടാക്കിയതിന്റെ ഭാഗമായി അവറ്റകളാണെങ്കിൽ തിരിഞ്ഞു നോക്കും. അതിനുശേഷം ടെററായിട്ട് ആ ഓഫീസേഴ്സിന്റെ പിന്നാലെ വരും. ഓഫീസർ ആണെങ്കിൽ വിളിച്ചു പറയും, ഇനി നിൽക്കേണ്ട ആവശ്യമില്ല, ഉഷാറായിട്ട് ഓടിക്കോ. അവർ ചുറ്റും നോക്കും. അവരിപ്പോ ആ വലിയ ഗേറ്റിന്റെ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ വലിയ ബിൽഡിംഗ് ഒന്നുമില്ല. അവരുടെ ആ മാനുവൽ ഗിയർ, അവരുടെ ആ 3D മാനുവൽ ഗിയർ അതുപയോഗിച്ച് ലോക്ക് ചെയ്ത് എവിടേക്കും തെന്നി മാറാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ജാനും ടീമും ആണെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ചാടി വരും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ അവനാണെങ്കിൽ ദൂരത്തായിട്ട് നിൽക്കുന്ന മഞ്ഞമുടിയൻ ആർമിനെയും ചുന്ദരിപ്പെണ്ണിനെയും കാണും. എന്റെ ശരീരം ഇതിപ്പോ തകർന്നു വീഴുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ 2 പേരും ഇവിടെ നിൽക്കുന്നത് വലിയ അപകടമാണ്. ആ ടൈറ്റൻസ് ഇവിടെ തന്നെയുണ്ട്. എത്രയും വേഗം സേഫായ സ്ഥലത്തേക്ക് പോ. അവരത് പറയുന്ന അതേ സമയം മറ്റൊരു ഭാഗത്ത് ടൈറ്റൻ ആണെങ്കിൽ അവിടെയുള്ള ഒരു ഓഫീസറിനെ അങ്ങനെ ഉയർത്തിയെടുക്കുകയാണ്. അവന്റെ അടുത്തുണ്ടായിരുന്ന മറ്റു ഓഫീസേഴ്സിനെ ടൈറ്റൻസ് ആക്രമിക്കുകയാണ്. ഇവിടെ ഹീറോയുടെ മനസ്സിലേക്ക് വീണ്ടും അർമിൻ ചോദിച്ച ചോദ്യങ്ങൾ അതങ്ങനെ ഉയർന്നു വരികയാണ്. നീ എന്തുകൊണ്ടാണ് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നത്? ഇതിന് ഹീറോയുടെ ഉത്തരം ഒന്നേ ഒന്ന് മാത്രമാണ്, എല്ലാ മനുഷ്യരും സ്വതന്ത്രരാണ്. പുറത്തുള്ള കാഴ്ചകൾ കാണാൻ അവർക്കും മറ്റുള്ളവരെ പോലെ അവകാശമുണ്ട്. ലോകത്ത് ഭയാനകമായ എന്തൊക്കെ കാര്യം ഉണ്ടായാലും ക്രൂരമായ എന്തൊക്കെ കാര്യം ഉണ്ടായാലും യാതൊരു കുഴപ്പമില്ല. എന്റെ ലക്ഷ്യം അത് ഞാൻ സാധ്യമാക്കുമെന്ന് പറഞ്ഞ് അവൻ ആ ഗേറ്റിന് മുൻപിലേക്ക് കടന്നു വരും. അപ്പോൾ അവർ കാണും ടൈറ്റൻ അതിപ്പോഴും ആ ഗേറ്റിന് മുൻപിൽ അവശേഷിക്കുന്നുണ്ട്. അതിന് ഡൈവേർട്ട് ചെയ്യാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല.
ബക്കിയാണെങ്കിൽ ചാടി വന്ന് അതിന്റെ കണ്ണിൽ കുത്തും. അത് കണ്ട ചുന്ദരി പെണ്ണാണെങ്കിൽ എന്റെ കഴുത്തങ്ങനെ വെട്ടിയെറിഞ്ഞ് ഇപ്പൊ നമ്മുടെ ഹീറോയോട് ആ വലിയ ചുമര് അത് അടയ്ക്കാനായിട്ട് പറയും. ഹീറോ ആണെങ്കിൽ അവർ തകർന്നു പോകുന്ന വേദനയിലും ഒച്ചത്തിൽ നിലവിളിച്ച് ആ വലിയ പാറ അതങ്ങനെ ആ ഗേറ്റിന് മുൻപിൽ സ്ഥാപിക്കുകയാണ്. എല്ലാവരും അത് കണ്ട് ഞെട്ടും. റെയ്ക്കോ ആണെങ്കിൽ മിഷൻ അത് വിജയിച്ചത് കണ്ട് മുകളിലേക്ക് ആ ഒരു വലിയ ബുള്ളറ്റ് അത് പൊട്ടിച്ച് എല്ലാവരെയും ആ സന്തോഷം അറിയിക്കുകയാണ്. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം അവരാദ്യമായിട്ട് ഇപ്പൊ ടൈറ്റൻസിനെ ഒന്ന് തോൽപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് പലർക്കും അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ക്യാപ്റ്റൻ ആണെങ്കിൽ അതുകൊണ്ട് ഒരുപാട് സന്തോഷം. എത്രയും വേഗം റീഎൻഫോഴ്സ്മെന്റിന് ആളെ അയക്കണം. എലൈറ്റ് സോൾജിയേഴ്സിനെ അവരെ സേവ് ചെയ്യണം. ആക്ച്വലി 137 വർഷങ്ങൾക്ക് മുൻപാണ് ആദ്യമായിട്ട് ടൈറ്റൻസ് ഇവിടേക്ക് വരുന്നത്. ആദ്യമൊക്കെ മനുഷ്യര് പീരങ്കികൾ ഉപയോഗിച്ച് അവറ്റകളെ നശിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവറ്റകളുടെ പവറും റീജനറേഷൻ പവറും കണ്ട് മനുഷ്യരെല്ലാവരും അതിൽ നിന്ന് പിന്മാറുകയായിരുന്നു. മനുഷ്യവംശത്തിന്റെ പകുതിയോളം ആ ഒരു ടൈറ്റൻസ് അവറ്റകൾ ഇല്ലാതാക്കി മാറ്റി. കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റ് കാണിക്കും. ഇവിടെ ചുന്ദരി പെണ്ണും അമ്മനും തകർന്നു വീടാൻ നമ്മുടെ ഹീറോയുടെ അടുത്ത് നിൽക്കുകയാണ്. നടി പെണ്ണാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, എത്രയും വേഗം മതിലിനകത്തേക്ക് പോ, ആ ടൈറ്റൻസ് അടുത്തേക്ക് വരികയാണ്. അത് കേട്ട് മഞ്ഞമുടിയും പറയും, ഹീറോ അവനെ പുറത്തേക്ക് എടുക്കാതെ ഞാൻ എവിടേക്കും വരില്ല, അവന്റെ ദേഹം ചുട്ടു പൊള്ളുകയാണ്. ഇതിനിടയിൽ കണ്ണാടി പെണ്ണാണെങ്കിൽ ചാടി വന്ന് അവരെ അങ്ങനെ വെട്ടി താഴേക്കിടും. അവരാണെങ്കിൽ അങ്ങനെ ഉരുണ്ട് താഴെ വന്ന് വീഴും. അവർ രണ്ടുപേരും അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന അതേ സമയം 2 ടൈറ്റൻസ് അവരുടെ തൊട്ടു പിന്നിലേക്ക് വരും. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അതേ സമയം ആരോ അവറ്റകളുടെ രണ്ടുപേരുടെയും കഴുത്തങ്ങനെ വെട്ടിയെറിയും. മറ്റാരുമല്ല, കിങ്സ് ഓഫ് ലിബർട്ടി ലിവായ്. ആളാണെങ്കിൽ ഇപ്പൊ അവരോട് ചോദിക്കും, മക്കളെ ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ? ആർമി കോപ്സിന്റെയും ഗരിസൺ എഞ്ചിനീയേഴ്സിന്റെയും ഒക്കെ സഹായത്താല് ഇപ്പൊ ആ ഒരു മതില് അത് മുഴുവനായിട്ടും അവർ റീബിൽഡ് ചെയ്തെടുക്കും. മാത്രമല്ല അതിനകത്തുണ്ടായിരുന്ന ആ ടൈറ്റൻസിനെ എല്ലാം ഒരു ദിവസം കൊണ്ട് തന്നെ അവർ കൊന്നു തള്ളും. 207 പേർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു. 817 പേർക്ക് പരിക്കുകൾ പറ്റി. അവരുടെ എല്ലാവരുടെയും കഷ്ടപ്പാട് മൂലം 2 ടൈറ്റൻസിനെ ജീവനോടുകൂടെ പിടിക്കാൻ അവർക്കുണ്ടായി. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ മരിച്ചുപോയവരുടെ കണക്കെടുക്കുകയാണ്. ജിന്നാണെങ്കിൽ ചുറ്റും നോക്കും, അവന്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന്. അപ്പൊ അവൻ കാണും ദൂരത്തായിട്ട് മാർക്കോ അവന്റെ ജീവൻ നഷ്ടപ്പെട്ട് അങ്ങനെ വീണ് കിടക്കുകയാണ്. ജിന്നിനാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. മാർക്കോയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. നേഴ്സ് ആണെങ്കിൽ ജിന്നിന്റെ അടുത്തേക്ക് വന്ന് ഈ മരിച്ചു കിടക്കുന്ന ആൾ ആരാണെന്ന് അറിയാമോ എന്ന് അവനോട് ചോദിക്കും. ാണെങ്കിൽ ആ നേഴ്സ് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല. അവനാണെങ്കിൽ മാർക്കോ എന്ന് വിളിച്ചുകൊണ്ട് ചുറ്റും നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനാ നേഴ്സ് പറയും, നിങ്ങൾക്ക് ആരാണെന്ന് അറിയാമെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് പറയണം. ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ഡിസീസസ് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡെഡ് ബോഡി മുഴുവനായിട്ടും കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് എത്രയും വേഗം ഡിസ്പോസ് ചെയ്യണം. സങ്കടപ്പെടാൻ ഇപ്പൊ സമയമില്ല. എത്രയും വേഗം നമ്മളിത് നീക്കം ചെയ്തേ പറ്റൂ. അത് കേട്ട് ഇപ്പൊ ജിന്നാണെങ്കിൽ അവരോട് പറയും, 104-ാം സർവേ കോപ്സിലെ 19-ാമത്തെ സോൾജിയർ മാർക്കോ അവനാണ് മരിച്ചു കിടക്കുന്നത്. അക്യൂട്ട് ചെയ്ത ജിന്നും ടീമും ആണെങ്കിൽ വലിയൊരു ടൈറ്റന്റെ ഛർദി കണ്ട് അതിലേക്ക് തന്നെ നോക്കും. ഓ നോ, അവറ്റകൾക്ക് കഴിച്ച ഭക്ഷണമൊന്നും ദഹിക്കില്ല. അവറ്റകൾ അത് ഛർദിച്ചു കളയും. ഇവിടെ ആനി ആണെങ്കിൽ മരിച്ചവരോട് സോറി പറയും. മറ്റ് സോൾജിയേഴ്സ് ആണെങ്കിൽ അവൾ ആശ്വസിപ്പിച്ച്, നീ ഇപ്പൊ സോറി പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. നല്ലൊരു മരണാനന്തര ചടങ്ങ് അതാണ് ഇപ്പൊ അവർക്ക് ആവശ്യമെന്ന് പറയും. ചെയ്ത ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പോൾ ഉള്ളത് ജയിലിലാണ്. അവന്റെ തൊട്ട് മുൻപിലായിട്ട് ലീവായും എർവിനും അവർ രണ്ടുപേരും അങ്ങനെ അവനെ തന്നെ നോക്കുകയാണ്. എർവിനാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഹീറോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കീ കാണിച്ചു കൊടുക്കും. അത് കണ്ട് ഹീറോ ഞെട്ടുകയാണ്. അതെ, ഇത് എന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബേസ്മെന്റിന്റെ താക്കോലാണ്, ഡോക്ടർ ഈഗറിന്റെ ആ ഒരു ബേസ്മെന്റ് താക്കോൽ. ഉടനെ ലീവായി ആണെങ്കിൽ ടെററായിട്ട് ചോദിക്കും, നിനക്ക് ആ ബേസ്മെന്റിൽ എന്താണെന്ന് അറിയാമോ? അതിനവൻ പറയും, ഇല്ല. അത് കേട്ട് ലീവായി ദേഷ്യപ്പെട്ടു പറയും, ബേസ്മെന്റിൽ എന്താണെന്ന് നിനക്ക് അറിയില്ല. നിന്റെ അച്ഛൻ എവിടെയാണെന്ന് നിനക്കറിയില്ല, പക്ഷെ നിനക്കൊരു ടൈറ്റനായി മാറാൻ കഴിയുമല്ലേ? അത് കേട്ട് ഇപ്പൊ എർവിനാണെങ്കിൽ ഇപ്പൊ ഹീറോയോട് പറയും, ഓക്കെ, നിന്റെ അടുത്ത ലക്ഷ്യം അതെന്താണ്? അതിന് ഹീറോ പറയും, എനിക്ക് എന്റെ വീട് ആ തിരികെ പിടിക്കണം, അതുപോലെ തന്നെ തകർന്ന ഗേറ്റുകളെല്ലാം പഴയതുപോലെ ആക്കണം. ലീവായി ആണെങ്കിൽ വീണ്ടും ഹീറോയുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിക്കും. അതിന് ഹീറോ ആണെങ്കിൽ പല്ല് കടിച്ച്, എനിക്ക് എന്റെ എല്ലാവരെയും നഷ്ടപ്പെട്ടു, എനിക്ക് സർവേ കോപ്സിൽ ചേർന്ന് ടൈറ്റൻസിനെ മുഴുവൻ ഇല്ലാതാക്കണം. അത് കേട്ട് ലീവായി ആണെങ്കിൽ അടുത്തുള്ള കമാൻഡറിനോട് പറയും, ഇവന്റെ റെസ്പോൺസിബിലിറ്റി അത് ഞാൻ ഏറ്റെടുക്കുകയാണ്. ഇവന് പൂർണ്ണമായിട്ട് വിശ്വാസം ഉള്ളതുകൊണ്ടല്ല, ഇവൻ ഒരു ടൈറ്റനായി മാറിക്കഴിഞ്ഞാൽ ഇവനെ കൊല്ലുന്നത് ഞാൻ എന്റെ കൈകൊണ്ട് തന്നെ ആയിരിക്കും എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.